പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം കൊണ്ട് ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിലും ദൈവമുഖത്തേക്ക് നോക്കുവാൻ, ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങളെ പ്രതീക്ഷിക്കുവാൻ, ഒരു നല്ല ദിവസം കൊണ്ട് ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി വളരെ അധികം പ്രാർത്ഥനയോടെ ദൈവിക പാദപീഠത്തിലായിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുകയാണ്. ഈ പ്രഭാതം എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപൂർണമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ദിവസങ്ങളിലെ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ്. ധന്യനായ അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിത ചരിത്രത്തിൽ താൻ കുറിച്ചിട്ട ധാരാളം വരികൾ ക്രൈസ്തവ സമൂഹത്തിന് ഒരനുഗ്രഹമായി മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. ധന്യനായ പൗലോസ് ഒരു നേതാവായിരുന്നോ എന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിലെങ്ങും അതിനൊരു ശരിയായ ഉത്തരം തരുവാൻ കഴിയുന്നതല്ല. പക്ഷേ അദ്ദേഹം സമർത്ഥനായ ഒരു നേതാവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം ഒരു പദവിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു നേതൃത്വ സ്ഥാനത്തിനു വേണ്ടിയോ ഓടിയോ അധ്വാനിച്ചോ ചെയ്ത ഒരു മനുഷ്യനല്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗം വല്ലവിധേയനെയും ക്രിസ്തുവിനെ പ്രസംഗിച്ച് നിത്യതയുടെ കവാടം പോകണമെന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമുള്ള മനുഷ്യനായിരുന്നു പൗലോസ്. അതുകൊണ്ട് തന്നെ പൗലോസിൻ്റെ തൂലികകൾ എടുത്താൽ നമുക്കറിയാം, ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ എന്നിങ്ങനെ നിരവധി ഈടുറ്റ ആ പദങ്ങൾ കൊണ്ട് ആശയസമ്പുഷ്ടമാക്കിയ തൻ്റെ ഓരോ ലേഖനങ്ങളും നാം വളരെയധികം സവിസ്താരമായി പഠിക്കേണ്ടതാണ്. പൗലോസിൻ്റെ നേതൃത്വ നിരയെക്കുറിച്ച് ആണല്ലോ നമ്മുടെ വിചിന്തനം. പൗലോസ് എങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു? താൻ ഗമാലിയലിൻ്റെ പാദപീഠത്തിലിരുന്നു കൊണ്ട് ദൈവശാസ്ത്ര ന്യായപ്രമാണം വളരെ ശക്തമായി പഠിക്കുകയും മറ്റുള്ള ഭാഷകളിൽ വളരെ ജ്ഞാനിയായിരുന്ന ഈ അഗ്രഗണ്യനായ പൗലോസ് ഒരു നേതാവായിരുന്നോ എന്ന് ചോദിച്ചാൽ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ആയിരുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം ഒരു നേതാവിൻ്റെ ഗുണഗണങ്ങളിലേക്ക് എത്തപ്പെടുവാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നില്ല അദ്ദേഹം. മറിച്ച് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് പിടിക്കാം എന്ന് വിചാരിച്ച് പിന്തുടരുന്നതേ ഉള്ളൂ എന്നാണ് പൗലോസ് രേഖപ്പെടുത്തിയത്. ആരെ പിടിക്കാം, ആരെ പിന്തുടരുന്നു? ക്രിസ്തുവിനെ പിടിക്കാമെന്ന് വിചാരിച്ച് താൻ ഓടുന്നതും അധ്വാനിക്കുന്നതും വ്യർത്ഥാവായി തീരാതിരിക്കേണ്ടതിന് പിൻപിലുള്ളത് മറന്നുകൊണ്ട് മുൻപിലുള്ളതേക്ക് ആഞ്ഞുകൊണ്ട് പരമവിളിയുടെ ലാക്കിലേക്ക് മാത്രം ഓടിയ അനുഗ്രഹീതനായ മനുഷ്യനാണ് പൗലോസ്. ആ പൗലോസിൻ്റെ ചില ഗുണങ്ങൾ ഒരു നേതാവിന് എങ്ങനെ പ്രയോജനപ്പെടും എന്നുള്ളതാണ് നമ്മുടെ വിചിന്തനമായിരിക്കുന്നത്. നമുക്കറിയാം, പൗലോസ് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാൽനടയായിട്ടും കപ്പൽ മാർഗമായിട്ടും സഞ്ചരിച്ച് ധാരാളം ഇടങ്ങളിൽ താൻ ദൈവസഭയുടെ സ്ഥാപനങ്ങൾ കുറിച്ചിട്ടുണ്ട്. താൻ അനേക ഇടങ്ങളിൽ ദൈവസഭ സ്ഥാപിച്ചു എന്നുള്ളതാണ് വാസ്തവം. നമുക്കറിയാം, അഥേനയിൽ പൗലോസ് എത്തുമ്പോൾ അഥേനയിൽ നിന്നുകൊണ്ട് ആ അരബയോഗ കുന്നിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പൗലോസ് ക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു രീതി നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. അങ്ങനെ വ്യത്യസ്തമായ ഇടങ്ങളിൽ പുഴവക്കത്ത് ഇരുന്ന സ്ത്രീകളോട് സുവിശേഷം പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് ചാട്ടുളി പോലെ ദൈവത്തിൻ്റെ വചനം തറച്ചിട്ട് ലുദിയ എന്ന് പറയുന്നൊരു ഹൃദയത്തെ തുറന്ന് ദൈവത്തിൻ്റെ ആലയമാക്കി പിന്നീട്
അനേകർക്ക് ആശ്വാസമായി തീർന്ന ഒരു ഭവനമായി മാറിയതുപോലെ ഇങ്ങനെ ധാരാളം സഭകൾ സ്ഥാപിച്ചിട്ടുള്ള അനുഗ്രഹീതനായ മനുഷ്യനാണ് പൗലോസ്. തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൊണ്ട് ധാരാളം സഭകൾ സ്ഥാപിച്ചു എങ്കിലും ആ സഭകളുടെ ഒന്നും ഒരു നേതാവായി മുൻപോട്ട് പോകുവാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. താൻ സ്ഥാപിച്ചിട്ടുള്ള സഭകളിലൊക്കെ, അതായത് മൂപ്പന്മാരെ ഇരുത്തിയിട്ട് താൻ വീണ്ടും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ദൗത്യമായിട്ട് മുന്നേറുകയായിരുന്നു. ഈ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ 10 സഭ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഉടനെ വൈറ്റ് കോളേഴ്സായി വീടിൻ്റെ അകത്തിരുന്നു കൊണ്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പലതും ചെയ്തു കൂട്ടുവാൻ, ഫേസ്ബുക്കിലും വാട്സപ്പിലും നമ്മുടെ പരസ്യങ്ങൾ വരുവാൻ, ഫ്ലക്സ് ബോർഡിൽ നമ്മുടെ പേരുകൾ വലുതായി എഴുതുവാൻ ഒക്കെ ആഗ്രഹിച്ചേനെ. പക്ഷേ പൗലോസ് അത് ആഗ്രഹിച്ചില്ല. പൗലോസ് സഭകളൊരു സ്ഥാപനം നടത്തി അത് മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് വീണ്ടും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ദൗത്യം തൻ്റെ ശിരസ്സിൽ ഏറ്റെടുത്തുകൊണ്ട് താൻ മുൻപോട്ട് യാത്ര ചെയ്യുകയാണ് ഉണ്ടായത്. നീറോയുടെ ആ ഈർച്ചവാളിൻ്റെ മുൻപിൽ തൻ്റെ ശിരച്ഛേദം ചെയ്യപ്പെടുന്നത് വരെ പൗലോസ് അടങ്ങിയിരുന്ന ഒരു മനുഷ്യനായിരുന്നില്ല. മറിച്ച് അദ്ദേഹം പ്രേക്ഷിത പ്രവർത്തനത്തിൽ മുന്നേറിക്കൊണ്ടിരുന്നു. അതേ പ്രിയരെ, നമ്മുടെ കണ്ണടയുവോളം, നമ്മുടെ മൂക്കിൽ നിന്ന് ശ്വാസം പോകുവോളം, നമ്മുടെ ശരീരം ചേതനയാറ്റി ഈ ഭൂമിയിൽ പതിക്കും വരെ നമുക്ക് വിശ്രമമില്ലാതെ ഓടുവാൻ കഴിയുന്ന ഒന്നുണ്ടെങ്കിൽ അത് സുവിശേഷ വേലയാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമുക്ക് PF, നമുക്ക് പ്രകടനം ഫണ്ടോ, നമുക്ക് ഗ്രാറ്റുവിറ്റിയോ, നമുക്ക് ESIയോ, നമുക്ക് മറ്റ് ആനുകൂല്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ എല്ലാം സർവ്വ ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിലാണ്. അതുകൊണ്ട് ഈ പ്രഭാതം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ പ്രതിഫലം വാങ്ങിക്കുവാൻ കടന്നു വരുന്ന ആ നല്ല നാളെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വേലയിൽ മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.